നാട്ടുകാർ വലിയ രോഷത്തിലായിരുന്നു. നാട്ടുകാരുടെ ചില പ്രതികരണങ്ങൾ കാണാം. എനിക്കൊണ്ടൊരു വേറെ പെൺകൊച്ചും ഈ പ്രായത്തിലുള്ളത്. നമ്മളും ഇതുപോലെ എന്തെങ്കിലും നമ്മളും ചൂണ്ടിടാനും പോണതും ഈ പുഴ നീന്തി കിടക്കുന്നതാ. ഏറ്റവും കൂടുതൽ രക്ഷിച്ചത് മാമയും രാഹുലൊക്കെയാണ്. നമ്മള് വന്നത് എന്തിനാ? നമ്മൾ ഇതിനു വേണ്ടി വന്നതല്ല. എല്ലാരും വേഗം നമ്മൾ ഇതിനു വേണ്ടി പ്രശസ്തിക്കുക അങ്ങനെയൊന്നുമല്ല. എന്തിനാത് പബ്ലിക്കായിട്ട് കാണിക്കണ്ടേ? നിങ്ങള് പബ്ലിക്കായിട്ട് കാണിക്കണ്ടേ? വേറെ ആ കൊച്ചിന്റെ മുഖം കാണിച്ചില്ലേ? ആ മുഖം കാണിച്ചു. പക്ഷെ അവളുടെ മുഖവും അവന്റെ മുഖം എന്താ കാണിക്കാത്ത? ഇന്നലെ തുടങ്ങി ഞങ്ങൾ ഈ നിങ്ങളിപ്പോ ഏത് ചാനല് ഇതിലായാലും ഏതിലായാലും നമ്മള് മെസ്സേജ് അയക്കണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആ നേരം വരെ പങ്കെടുത്ത രണ്ടുപേര് അവരും ഇവരൊക്കെയാണ് നിക്കണേ. അവരോടും നമ്മൾ ചോദിക്കണം. പക്ഷെ നമുക്ക് വൈകാരികമായിട്ടുള്ള അവളുടെ മുഖം കാണിക്കാണ്ട് എന്തിനവിടെ കൊണ്ടുപോയേ? ഞങ്ങക്ക് കാണണം. കാര്യം ഈ കുറുമശ്ശേരി പാറക്കടവും അടുത്തടുത്താണ്. ഇത് എന്നോട് ഞങ്ങളെല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്ന കുറുമശ്ശേരിയിലുള്ള വീട് ഇവിടെ അടുത്തങ്ങോട്ടാണ്. അത് മുഖമൊക്കെ ഒന്ന് കാണിക്കാം, നാട്ടുകാരൊന്ന് കാണട്ടെ. മൂമ്മവരെ 10 മാസം പറ്റുന്ന ഒരമ്മയാണെങ്കിൽ ഒരിക്കലും ചെയ്യില്ല അവള്. അന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനവിടെ പോകും അവരെന്നാലെ. അവിടെ അന്നെ എനിക്ക് അവിടെ കിടന്നോട്ടെ. ഒരമ്മയല്ലേ അവള്. അങ്ങനെ ചെയ്യാൻ പാടണ്ട. അച്ഛന്മാരാണെങ്കിൽ പിന്നെ സഹിക്കാം. ഒരമ്മയ്ക്ക് ചെയ്യാൻ പാടില്ല. 10 മാസം ചുമന്ന് പറ്റൊരമ്മയാണെങ്കിൽ ഒരിക്കലും അവള് ചെയ്യില്ല. എന്താ അതിന്റെ പ്രശ്നമൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്നാലും ഒരു തള്ളയായോണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എങ്ങനെ അത് കൈ പേർന്നെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്ന സംഭവം. ഇതേപോലെ പല വിധത്തിലുള്ള മരണങ്ങൾ ഉണ്ടായെങ്കിലും ഇതേപോലെ ഇനി കണ്ണടയ്ക്കാൻ പറ്റാത്ത ഒരു ഇതാണ് വരുന്നത്. അത്ര വലിയ ദുഷ്കരമായ ഒരു മരണമായിപ്പോയി ആ കൊച്ചിനെ എടുത്തിട്ടത്. പൊതുവായിട്ടുള്ള ഒരു വികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും ഇവിടെ സമൂഹത്തിൽ ആ രോഷം നാട്ടുകാർക്കുള്ള രോഷം നമ്മുടെയൊക്കെ രോഷമാണ്, സ്വാഭാവികമാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ കുട്ടിയുടെ അമ്മയെ കാണിക്കുന്നില്ല, എന്തുകൊണ്ട് അച്ഛൻ്റെ സഹോദരനെ കാണിക്കുന്നത് ചോദിച്ചാൽ ഇത് പോക്സോ കേസാണ്. പോക്സോ കേസിൻ്റെ നിയമത്തിൻ്റെ പരിമിതികൾ അത് കർശനമായ പരിമിതികളാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ പല ആളുകളും ഈ അച്ഛൻ്റെ സഹോദരൻ്റെ ചിത്രമൊക്കെ ഇടുന്ന കണ്ടു. വേണമെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. എന്ന് പറഞ്ഞാൽ പോക്സോ നിയമപ്രകാരം അത് നിയമവിരുദ്ധമാണ്. കാര്യം ആ കുഞ്ഞിൻ്റെ ഐഡൻറ്റിറ്റിയിലേക്ക് പോയി. ഇപ്പോൾ ഇത് പോക്സോ ആയതിനു ശേഷം ആ കുഞ്ഞിൻ്റെ മുഖം നമ്മൾ ആരും കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? പോക്സോ കേസിൻ്റെ പരിമിതി കൊണ്ടാണ്. അത് വലിയ അത് കർശനമായ പരിമിതിയാണ്. അത് ഇരയുടെ ഐഡൻറ്റി അത് എന്താണ് ശരിയാണോ തെറ്റാണോ എന്ന മറ്റു കാര്യം. പക്ഷേ ഇരയുടെ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ആ നിയമം അത്ര കർശനമാകുന്നത്. അതല്ലാതെ നമുക്ക് ഈ സ്ത്രീയുടെ ചിത്രം കാണിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റേ നരാധമന്റെ ചിത്രം കാണിക്കുന്നതിനോ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല. നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ്